കുറച്ച് ദിവസമായി ക്ലാസ് ഒന്ന് കയറിയിട്ട് സമയത്തിന്റെ ഒരു പ്രശ്നമായിരുന്നു. എന്തായാലും അൽഹംദുലില്ലാഹ് നല്ല പാട്ടൊക്കെ ഉഷാറായി നന്നായിട്ട് കേൾക്കാൻ കഴിഞ്ഞു. എന്തായാലും ഇൻഷാ അല്ലാഹ് ഒഴിവുള്ള സമയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വരാൻ നോക്കാം. പിന്നെ നമ്മുടെ ക്ലാസ് റൂമിനെ കുറിച്ച് പൊതുവെ നല്ലൊരു അഭിപ്രായമാണ്. എല്ലാവരും വളരെ സജീവമായി കടകളിൽ ജോലി ചെയ്യുന്നവരൊക്കെ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നതിന്റെ ഇടയിൽ പോലും ക്ലാസ് റൂമിൽ കയറി സജീവമാകുന്നു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷം. നമുക്ക് സമയമില്ലെങ്കിലും ഗൾഫിലുള്ളവരൊക്കെ വളരെ ഉഷാറായി ക്ലാസ് റൂമിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. പഠിച്ചം വരെ നമ്മുടെ ക്ലാസ് റൂമിനെ വിജയിപ്പിക്കട്ടെ എന്ന് ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? എനിക്ക് വീട് സംബന്ധമായൊരു ചോദിക്കാനായിരുന്നു. നമുക്ക് ഒരു വീട് പണിയുന്ന സമയത്ത് അതിന് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കോലളവ് എത്രയെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. എത്ര കോലളവിലുള്ള വീടെടുക്കലാണ് ഏറ്റവും ഉചിതമായത് എന്നറിയാൻ വേണ്ടിയായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ദാരിമിസ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ദാരിമിറ്റു ഇത് ആദ്യപ്പോ ഉത്തമ കോലളവ് എന്നല്ല അറിയേണ്ടത്. ശരിക്ക് എത്ര റൂമും കാര്യങ്ങളൊക്കെ വരുമ്പോ അതിനനുസരിച്ചിട്ടുള്ള കോലളവിലേക്ക് നമ്മൾ റൂമുകളുടെയും വീടിനൊക്കെ ആക്കലാണ് സാധാരണ ചെയ്യാറ്. പിന്നെ എത്ര ഉത്തമ കോലളവ് ഏതൊക്കെയാണ് അറിയണമെങ്കിൽ അതിന് തല മുതൽ നോക്കണം മാത്രം. സാധാരണ 5, 5, 16, 8, 8, 9, 16 കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഒരു വീടിന്റെ ഉത്തമ ചുറ്റളവുകളാണ് ഇപ്പോ ഈ പറഞ്ഞ ഉസ്താദ് ചോദിച്ചത്. സാധാരണഗതിയിൽ വീടുകളിലെ റൂമുകളൊക്കെ നമ്മൾ എത്ര റൂമൊക്കെ വേണമെന്ന് ആലോചിച്ച് അത് ഏത് അളവിലാണ് വരിക എന്നുള്ളത് നോക്കിയിട്ടാണ് സാധാരണ ചെയ്യല്. പക്ഷെ ഉസ്താദ് ചോദിച്ചത് ചുറ്റളവ് ഉത്തമ അളവ് ഏതൊക്കെയാണ് ചോദിച്ചത്. അതിന് കുറെ അളവുകൾ ഞാൻ പറയാം. ചെറിയ അളവുകളൊന്നും ഒരു വീടിന് എന്തായാലും വേണ്ടി വരില്ല. അപ്പൊ ഒരു വീടിന് വേണ്ട ഉത്തമ അളവുകൾ തുടങ്ങുന്ന ഭാഗം പറയാം. 25 കോല്, 27 കോല്, 29 കോല്, 29, 16, 33 കോല്, 33, 16, 37, 16, 38, 8, 39, 45, 16, 47, 47, 16, 49, 55, 55, 16, 56, 8, 57, 57, 16, 58, 8, 62, 8, 65, 16, 67 അങ്ങനെ പോവും ഇതിന്റെ കോലളവുകൾ. അപ്പൊ ഇതില് ഏത് അളവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് എടുക്കുന്നത്, ഏതെടുക്കണമെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത്ര റൂമുണ്ട്, അതിന്റെ മൊത്തം അളവ് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഉത്തമ അളവുകൾ. സാധാരണ ഇപ്പൊ ഈ അളവുകളൊക്കെ നമ്മൾ ഇതിൽ ഉത്തമ അളവ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇസ്ലാമിക കാഴ്ചപ്പാട് ഇങ്ങനത്തെ ഒരു ഉത്തമ അളവ് അധമ അളവ് എന്നൊന്നും പറയാൻ കഴിയില്ല കേട്ടോ. ഇതിപ്പോ ഒരു ആശാരിക്കണക്കിന്റെ അളവാണ്. സാധാരണ 67, 71, 65, 16, 47, 47, 16, 49 ഒക്കെ നല്ല അളവുകളാണ്. ഇത് ഏതെച്ചാലും നമുക്ക് അതിനനുസരിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന് മാത്രം. അസ്സലാമു അലൈക്കും. മനസ്സിലാവും. ഉസ്താദ്, എനിക്ക് വേണ്ടത് ഒരു 3 റൂം, അതുപോലെ ഒരു കിച്ചൺ, ഒരു വർക്ക് ഏരിയ, ഒരു സിറ്റ് ഔട്ട്, അതുപോലെ ഒരു കൊലായി.
ഇതിനോടനുബന്ധിച്ചു കൊണ്ടുള്ള ഒരളവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതിലൊക്കെ ഇന്നത്തെ പറഞ്ഞ ബെഡ്റൂം, സിറ്റ് ഔട്ട്, കോലായി, കിച്ചൺ, വർക്ക് ഏരിയ, ഇതൊക്കെ 49 കോല് ചുറ്റളവിൽ നിർത്തുന്ന രീതിയിലാണെങ്കിൽ നല്ല കുഴപ്പമില്ലാത്ത ഒരളവാണ്. 49 കോല് 49 കോല് ചുറ്റളവ് ഏകദേശം വരും നിങ്ങളിപ്പോ ഈ പറഞ്ഞത്. അത് കഴിഞ്ഞാൽ പിന്നെ 55 ഏറ്റവും ഉത്തമമായിട്ട് വരുന്നത്. അപ്പൊ 49 എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഈ പറഞ്ഞ ചെറിയ തൊഴിലേക്കാണെങ്കിൽ 49 കോല് ചുറ്റളവിൽ നിർത്താൻ പറ്റും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ കന്നിമൂല ശരിക്ക് ഇബാദത്തിന്റെ മൂലയാണെന്ന് പറയപ്പെടാറുണ്ട്. അതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? കന്നിമൂല ഇബാദത്തിന്റെ മൂലയാണെന്നുള്ളതിൽ നമ്മുടെ ഇസ്ലാമികമായ കാഴ്ചപ്പാടിലൊന്നും അങ്ങനെയൊന്നുമില്ല. കന്നിമൂലയില് ഇബാദത്തിന്റെ മൂലയാണ്. നിസ്കാരം എന്ന് പറഞ്ഞത് എവിടെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവും. അതിൽ ഇന്ന മൂലയില് വേണം, ഇന്ന ഭാഗത്ത് ഇരുന്നിട്ട് ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയില്ല. കിബിലക്ക് മുന്നിട്ട് വേണം ഇബാദത്തുകള് നിസ്കാരം ഒക്കെ ചെയ്യേണ്ടത്, അങ്ങനെയൊന്നല്ലാണ്ട് മറ്റുള്ളതിന് ഇന്ന മൂല നിശ്ചയിക്കുന്നില്ല. പക്ഷെ ഈ വാസ്തുവിലൊക്കെ പറയുന്നുണ്ട് കന്നിമൂല, തെക്ക് പടിഞ്ഞാറ് മൂല, ഈ പൂജാ റൂം പോലത്തെ കാര്യങ്ങളൊക്കെ, വടക്ക് കിഴക്ക് മൂലയും അതേപോലെ പൂജാ റൂമിന് പറ്റുന്ന സ്ഥലം, ഇതൊക്കെ വാസ്തുവിൽ പറയുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും ഉൾക്കൊള്ളേണ്ട കാര്യമില്ല ഇബാദത്തിന്. അതുകൊണ്ട് അതായത് അവൻ അശുദ്ധി പാടില്ല ഈ 2 മൂലകളിൽ നിന്നാണ് ഹിന്ദുക്കളുടെ വിശ്വാസം. അതുകൊണ്ടാണ് അവര് പൂജാ റൂമിന് അവർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ലാണ്ട് ഇസ്ലാമിക കാഴ്ചപ്പാടില് അങ്ങനെ ഒരു ഇബാദത്തിനുള്ള മൂലയാണ് കന്യമൂല, അതൊക്കെ വെറുതെ പറയണം. അങ്ങനെ ഒരു അടിസ്ഥാനമൊന്നുമില്ല. എന്തായാലും 10 മിനിറ്റ് സമയം കേട്ടോ. ഞാൻ വെറുതെ കയറി നോക്കിയതാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പം നമ്മുടെ കന്നിമൂലയിൽ നജസുമായി ബന്ധമുള്ളത് കൊണ്ടാണ് പല അസുഖങ്ങളും മറ്റുള്ളതൊക്കെ വരുന്നതെന്ന് പല ആളുകളും പറയാറുണ്ടല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഇതില് ഇസ്ലാമിക ഇത് മുമ്പേ പറഞ്ഞിരുന്നു. ഇതിങ്ങനെ ഒരു ക്ലാസ് റൂമിൽ 100 ചില്ലറ ആളുകളായതുകൊണ്ട് അതിന്റെ സത്യാവസ്ഥ തുറന്ന് പറയാണ്. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ കന്നിമൂലയ്ക്ക് അങ്ങനെ ഒരു സ്ഥാനമൊന്നുമില്ല. പക്ഷേ അവിടെ ഈ ബാത്റൂമുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ചില വീടുകളിലൊക്കെ ചില വിഷയങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു അനുഭവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ ബാത്റൂമിന്റെ കുഴിയോ മറ്റൊന്നും വെക്കരുത് എന്ന് പറയാൻ തന്നെ കാരണം അതുകൊണ്ടാണ്. ആ ഒരു മുജറബ് അല്ലാണ്ട് അതിന്റെ അപ്പുറം ഇസ്ലാമിക ഒരു കാഴ്ചപ്പാടൊന്നും അതിന് നമുക്ക് പറയാൻ കഴിയില്ല, ഇല്ലതാണ്. പക്ഷെ വാസ്തുവിൽ അങ്ങനെയുണ്ട്. ആ ഭാഗത്ത് ബാത്റൂം പാടില്ല, അസുഖങ്ങൾ വരും, കലഹങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ വാസ്തുവിൽ പറയുന്ന കാര്യങ്ങളാണ്. അത് പല വീടുകളിലും അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് നമുക്കെന്ത് ചെയ്യാം, അത് ഉൾക്കൊള്ളാം. കാരണം കന്യാറൂമിൽ ബാത്റൂം പാടില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇസ്ലാം അങ്ങനെ പറയാത്തത് കൊണ്ട്, അവിടെ പാടില്ല അല്ലെങ്കിൽ പാടും എന്ന് പറയാത്തത് കൊണ്ട് നമുക്ക് വ്യക്തമായ ഒരു നെഹി അവിടെ വരാത്തത് കൊണ്ട് മറ്റു ഇൽമിന് അവലംബിക്കാന്നുള്ള ഒരു കായികപുലിയുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാത്റൂം അവിടെ വെക്കാൻ പാടില്ല എന്നുള്ള ആശയം നമുക്ക് പിടിക്കാം. എന്നാണ് ഹിന്ദുക്കളുടെ ആശയം എന്നല്ല. ഇവിടെ ബാത്റൂം പറ്റും അല്ലെങ്കിൽ പറ്റില്ല എന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായ ഒരു നെഹി ഇസ്ലാമിൽ ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു ആശയം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് പിടിക്കാമെന്നാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ ഇങ്ങനെ ബാത്റൂം വരുന്ന സമയത്ത് ബാത്റൂം അല്ലെങ്കിൽ ബാത്റൂമിന്റെ ഈ കുഴി, സെപ്റ്റിക് ടാങ്ക് പോലത്തൊക്കെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ വേസ്റ്റ് കുഴി, ഇതൊക്കെ അവിടെ വരുന്ന സമയത്ത് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അവിടുന്ന് തൽക്കാലം നമുക്ക് മാറ്റി സ്ഥാപിക്കാം. ഇങ്ങനെ ഒരു മുജറബായ കാര്യമായതുകൊണ്ട്
കുറെ വീടുകളൊക്കെ കാണുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. മുസ്താദിന്റെ ചോദ്യം കഴിഞ്ഞോ? മുസ്താദ് കേൾക്കുന്നില്ലേ? എന്തെങ്കിലും സംശയങ്ങൾ മറു ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. മറ്റുള്ള ആളുകൾക്കൊക്കെ മൈക്കിൽ വരാം. ബാനർ ലൈവാണ് ഇൻഷാ അല്ലാഹ്. അതിന് ചോദ്യം കഴിഞ്ഞിട്ടുണ്ടോന്ന് ഇനി മറ്റാരെങ്കിലൊക്കെ ചോദ്യകർത്താക്കൾ ഉണ്ടെങ്കിൽ റൈസാൻ ചെയ്ത് വരും. പിന്നെ ഒരാളുടെ ചോദ്യം, ഈ മാർബോണൈറ്റും ടൈൽസുമായിട്ട് വലിയ വ്യത്യാസമുണ്ടോ? അതിലേതാണ് നല്ലത് എന്നതാണ് ഒരാളുടെ ചോദ്യം. മാർബോണൈറ്റ് എന്ന് പറയുന്ന പുതിയൊരു സാധനം ഉണ്ടല്ലോ, പുതുതല്ല, കുറച്ചായി. അതും ടൈൽസും അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ എന്നതാണ് ചോദ്യം. അതില് വിലയിലൊക്കെ ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിലും ടൈൽസിനേക്കാൾ നല്ലത് തന്നെയാണ്. മാർബോണൈറ്റും മാർബിളും ഗ്രാനൈറ്റും ഒക്കെ ഈ ടൈൽസിനേക്കാൾ നല്ല സാധനം തന്നെയാണ് അതൊക്കെ. ടൈൽസ് പറഞ്ഞാല് ഈ വാദ സംബന്ധമായുള്ള ആളുകൾക്കൊക്കെ ചെരുപ്പിടാതെ കുറെ കാലം കുറച്ച് മാസങ്ങൾക്ക് നടന്നാൽ തന്നെ അതിന്റെ പിന്നെ റിയാക്ഷൻ ഉണ്ടാവും. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ശരി. അപ്പൊ ഇത് പിന്നെ ഈ പറഞ്ഞത് ടൈൽസ്, വെട്രിഫൈഡ് ടൈല്, അതുപോലെ തന്നെ സെറാമിക്, ഇതൊക്കെ പൊതുവെ ഈ വാദം സംബന്ധമായ പിന്നെ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതില്ലാത്ത ആളുകൾക്കൊക്കെ പെട്ടെന്ന് വാദം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ ഇതിൽ ഇതില് ഇങ്ങനെ ഇങ്ങനെ കുറെ സംശയങ്ങൾ ഈ വീടിന്റെ പിന്നെ എവിടെ വേണമെന്നത് നമ്മൾ മുമ്പ് കുറെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനേക്കാൾ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഒരാഴ്ച കഴിഞ്ഞിട്ട്, അതായത് കുറച്ച് തിരക്കാണ്. ഈ ഗവൺമെന്റ് വർക്കിന്റെ പിന്നാലെ ആയതുകൊണ്ട് കുറച്ച് തിരക്കാണ്. പിന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരുപാട് ആളുകൾ, ഗൾഫിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ ഈ ക്ലാസ് റൂമിൽ കേട്ടിട്ട് തന്നെ ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമുണ്ട്. ഓരോരുത്തരും അവരുടെ വിഷമങ്ങൾ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് തന്നെ മാനസികമായിട്ട് വളരെ വിഷമം. കാരണം വന്ന് വീടുകൾ കെട്ടി ഒരുപാട് പിന്നെ അതിനുവേണ്ടി കാശ് ചെലവാക്കി എന്താണ് അതിനെക്കുറിച്ചിട്ട് ഒരു വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ട് കുറെ കാശുകൾ പിന്നെ നഷ്ടമാവുന്നു. തറകെട്ടിയിട്ടു, പിന്നീട് ഗൾഫിൽ പോയി വന്ന് ചുമര് വെച്ച് വാർപ്പ് കഴിഞ്ഞു, പിന്നെ വന്ന് തേപ്പ്, കുടിയിരിക്കല്, അങ്ങനെയാകുമ്പോഴേക്കും ഒരുപാട് അനാമത്ത് കാശുകളും ഇതൊക്കെ നഷ്ടപ്പെടുകയെന്നാണ് പറയുന്നത്. വളരെ സങ്കടം പറയാണ് ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഫോണിൽ വിളിച്ചിരുന്നു ഗൾഫിൽ തന്നെ ഈ ക്ലാസ് റൂമിൽ കൂടെ ഈ പിന്നെ ഇതൊക്കെ സംശയ നിവാരണമൊക്കെ കേട്ടിട്ട് സന്തോഷമുണ്ട് എന്തായാലും. അപ്പൊ ഇതൊരു സജഷൻ വെക്കുന്നത്, നമുക്ക് എങ്ങനെയാണ് ചുരുങ്ങിയ ചെലവിൽ ഒരു വീട് ഉണ്ടാക്കുക എന്ന് ഒരു മണിക്കൂറാവോ അല്ലെങ്കിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ ഒരു വ്യക്തമായ ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട്, അപ്പൊ അതൊക്കെ ഈ ഗൾഫിൽ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾക്കൊക്കെ വളരെ ഉപകാരമാവും ഇൻഷാ അല്ലാഹ് എന്ന് വിചാരിക്കുന്നു. പിന്നെ കാരണം ഒരുപാട് നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് അറിയാത്തതുകൊണ്ട് അപാകതകൾ വരിക. അതായത് നമ്മൾ ഒരു വീട് വെക്കുകയാണെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് എന്താവട്ടെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് അത് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഒരു എഞ്ചിനീയറിന്റെ ഒരു നിർദ്ദേശം ഉണ്ടെങ്കിലേ ആ വീട് നല്ല രീതിയിൽ നമുക്ക് പണിയാൻ കഴിയുള്ളൂ. അപ്പോ അത് പണിയാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു എഞ്ചിനീയറിന്റെ ഒരു പിന്നെ നിർദ്ദേശം ഉണ്ടായിരിക്കണം. അത് നിർദ്ദേശം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഒരു എഞ്ചിനീയറിന് നമ്മൾ ഒരു 10 ലക്ഷം രൂപയുടെ വീട് കഴിക്കുകയാണെങ്കിൽ ഒരു 1 ലക്ഷം രൂപയോളം അവരുടെയൊക്കെ ലാഭമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പോകും. അതായത് എഞ്ചിനീയർ വർക്ക് ചെയ്യുന്ന ആളുകളെ അവർക്ക് ഇല്ലാണ്ടാക്കിയല്ല കേട്ടോ. അതായത് ഗൾഫ് സുഹൃത്തുക്കളൊക്കെ ഒരുപാട് ഇടങ്ങാറായി കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ അധ്വാനിച്ചിട്ട് പിന്നെ കുറച്ച് രൂപ സ്വരൂപിച്ച് നാട്ടിൽ വരുന്നത്. അത് അനാമത്തായി പോണ്ട എന്ന് പറഞ്ഞിട്ട് പറയാണ്. അപ്പൊ ചുരുങ്ങിയ ചെലവില് എങ്ങനെയാണ് വീട് നിർമ്മിക്കുക എന്നുള്ളത് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും അത് ഗൾഫിലെ സുഹൃത്തുക്കൾക്കൊക്കെ വളരെ ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിൽ കൂടെ നമ്മുടെ അബ്ദുള്ള തോട്ടക്കാട് അജിയാരെ അറിയിക്കാം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എങ്ങനെയാണ് ചുരുങ്ങിയ ചെലവിൽ ഒരു വീടുണ്ടാക്കുക. സാധാരണഗതിയിൽ പിന്നെ വളരെ മോശമാകാനും പറ്റൂല, എന്നൊരു ഹൈ ലെവലുമല്ല. സാധാരണഗതിയിൽ നമുക്ക്
പിന്നെ ചുരുങ്ങിയ ചെലവിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ വീട് വെക്കേണ്ട കുറെ നിർദ്ദേശങ്ങളുണ്ട്, കുറെ ടെക്നിക്കായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഒരു ദിവസം ഞാൻ എന്തായാലും ഇൻഷാ അല്ലാഹ് അബ്ദുള്ള തോട്ടക്കാരനെ അറിയിച്ചിട്ട് ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാം. പഠിച്ചു വരാൻ നമുക്ക് അതിനെക്കുറിച്ച് നാം സമ്പാദിക്കുന്ന പിന്നെ സമ്പത്ത് യഥാവിധിപ്രകാരം നമുക്ക് അതിനെ വിനിയോഗിക്കാൻ ഇസ്രാഫ് ആവാതെ അത് നഷ്ടപ്പെടാതെ നമുക്ക് വിനിയോഗിക്കാനുള്ള തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. وعليكم السلام ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله. എനിക്കൊരു ചോദ്യമുള്ളത് ഉസ്താദേ, ഈ 9, 10, 10, 10 എന്നൊക്കെ പറയുന്ന അതിന്റെ ഇവിടുന്ന് ഉസ്താദ് പറഞ്ഞിട്ടു ഒരു 9, 16 ഇങ്ങനെ 16 ആണോ 9, 10 എന്നോ 9, 16 അതാ 10, 10, 10, 16 ഏതാണ് അതില് ശരിയായ ഒരു കണക്ക് എന്ന് ആണ് എന്റെ സംശയം. അതിന് മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഇതിപ്പോ നിങ്ങൾ പറഞ്ഞത് ഈ 9, 16 എന്നാണ്. അതായത് 9, 16 പറഞ്ഞാല് 9 കോലും 16 വിരലെന്നാണ്. 10ന്റെ അളവൊന്നും സാധാരണ ഇതില്ല. 8ന്റെയും 16ന്റെയൊക്കെ അളവാണുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ 8, 8, 9, 16, 15, 16, 8, 20, 8, 23, 16, 25, 27, 29, 29, 16, 33, 33, 16, 37, 16, 38, 8, 39, 45, 16, 47, 47, 16, 49 അങ്ങനെയുള്ള അളവുകളേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞത് 16 എത്ര പറഞ്ഞ 9, 16. 9, 16 പറഞ്ഞാല് 9 കോലും 16 വിരലെന്ന് അർത്ഥം. ഒരു വിരലെന്ന് പറഞ്ഞാല് 3 സെന്റിമീറ്ററാണ്. ഒരു കോല് എന്ന് പറഞ്ഞാല് 72 സെന്റിമീറ്ററാണ്. അപ്പോ 24 വിരലാണ് ഒരു കോല്. അതുകൊണ്ടാണ് 9, 16 പറഞ്ഞു. 9 കോലും 16 വിരലും എന്നാണ് അതിന്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം നമുക്ക് ഈ കോലളവെടുക്കുന്നതും റൂമുകളൊക്കെ എങ്ങനെ വേണമെന്നും എത്ര ചെലവ് ചുരുക്കിയിട്ടൊക്കെ നമുക്ക് വീട് പണിയാന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്കൊരു ക്ലാസ് എടുക്കാം. ഇൻഷാ അല്ലാഹ് സമയം എന്തായാലും അറിയിക്കാം. പക്ഷേ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. ഹലോ ഹലോ. ഉസ്താദ്, എൻ്റെ സംശയം ഒന്ന് കന്നിമൂല എവിടെയാണ്? രണ്ടാമത്തത് സേഫ്റ്റി ടാങ്കിന് പറ്റിയ ഭാഗം ഏതാണ്? അത് രണ്ടും ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കണമെങ്കിൽ ഒന്ന് എസ് അടിച്ചു വിട്ടിട്ടോ. കേൾക്കുന്നുണ്ടോ? ഹലോ. കന്നിമൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്കാണ് കന്നിമൂല എന്ന് പറയുന്നത്. തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്കാണ് കന്നിമൂല എന്ന് പറയുന്നത്. തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് അവിടെ ബാത്റൂമിന് കുഴി വെച്ചാൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കിതാബില് അതിന്റെ അടിസ്ഥാനം ഖുർആനിന്റെ അധിഷ്ഠിത വെച്ചാൽ നമുക്ക് കാണാൻ കഴിയില്ല കേട്ടോ. കന്നിമൂല പറയുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലയാണ്. അവിടെ പല പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ബാത്റൂം കുഴിയൊക്കെ വെക്കാൻ ഏറ്റവും നല്ല തെക്ക് കിഴക്ക് മൂല. തെക്ക് കിഴക്ക് മൂലയാണെങ്കിൽ അവിടെ ബാത്റൂമിന് കുഴി വയ്ക്കാം, അവിടെ പ്രശ്നമില്ല. അതേപോലെ തന്നെ ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പടിഞ്ഞാറ് സൈഡില് ആ വടക്കിന്റെ ആ മൂലയില് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ബാത്റൂമിന് കുഴി വയ്ക്കാം. അതേപോലെ തന്നെ നമുക്ക് ബാത്റൂം പിന്നെ വടക്ക് ഭാഗത്ത് പടിഞ്ഞാറിന്റെയും കിഴക്കിന്റെയും ഇടയിലായിട്ട് ബാത്റൂം വെക്കാം. അത് കുഴപ്പമില്ല. ഏറ്റവും നല്ലത് കിഴക്ക് ഭാഗത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്തായിട്ട് തെക്ക് കിഴക്ക് മൂലയിൽ തെക്ക് ഭാഗത്തായിട്ട് ബാത്റൂമും കുഴികളൊക്കെ വെക്കുന്നത് ഒന്നും കൂടി നന്നായിരിക്കും. അവിടെ കുഴപ്പമില്ല.
അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. കന്നിമൂല തെക്ക് പടിഞ്ഞാറ് മൂലയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദാരിമി ഉസ്താദിന്റെ എന്താണ് ദാരിമി ഉസ്താദ് എന്താ ചോദിച്ച് കിണർ ഏത് ഭാഗത്താണല്ലേ? ഇൻഷാല്ലാ ഉസ്താദ് മറുപടി പറയുമെന്ന് വിചാരിക്കാം. പിന്നെ ഉസ്താദ് വീടിന്റെ ഉള്ളൊക്കെ തേക്കുന്ന സമയത്ത് നമ്മുടെ സിമെന്റിന്റെ കൂടെ വല്ല സാധനങ്ങളും ചേർത്താൽ ചൂട് കുറയാൻ വല്ല മാർഗങ്ങളുണ്ടോ? അതിന് വല്ല അങ്ങനത്തെ വല്ല സാധനങ്ങളുണ്ടോ എന്നതാണ് ഒരാളുടെ ചോദ്യം. വീട് തേക്കുന്ന സമയത്ത് സിമെന്റിന്റെ കൂടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്താൽ ചൂട് കുറയാൻ വല്ല മാർഗമുണ്ടോ എന്നതാണ് മൈക്കിൾ കേസിന്. കിണറിന്റെ സ്ഥാനം നല്ല വടക്ക് കിഴക്ക് മൂലയാണ്. ഒന്നുകൂടി കിണറിന് വടക്ക് കിഴക്ക് മൂലയില് കിണറിന് കുഴപ്പമില്ല, സ്ഥാനം കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ വടക്ക് ഭാഗത്ത് തന്നെ നമ്മളൊരു വീടിന് നാല് കള്ളിയാക്കിയിട്ട് വീടിന് എന്ത് ചെയ്യുക, 4 കള്ളിയാക്കുക. അതില് വടക്ക് ഭാഗത്തെ നമുക്ക് പടിഞ്ഞാറ് മൂല വിട്ടിട്ട് അതിന് തൊട്ട് മൂലയിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് വരെ വരാം. അതേപോലെ തന്നെ കിഴക്ക് ഭാഗത്ത് പിന്നെ 2 കോണായിട്ട് വരും. അതായത് വടക്ക് കിഴക്ക് മൂലയിൽ നിന്ന് തെറ്റിയിട്ട് ഇപ്പുറത്തേക്ക് കിണർ കൊണ്ടുവരാം, വടക്ക് കിഴക്ക് മൂലയിൽ കിണർ കൊണ്ടുവരാം. പിന്നൊക്കെ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും കിണർ കൊണ്ടുവരലുണ്ട്. അവിടേക്ക് ഈ നായന്മാരാണ് കൂടുതലായിട്ട്, ബ്രാഹ്മൺസ് നായന്മാരൊക്കെയാണ് കൂടുതലായിട്ട് ആ ഭാഗത്ത് കിണർ കൊണ്ടുവരുന്നത്. അതിന്റെ ഒരു ഹിന്ദു വിശ്വാസ പ്രകാരമൊക്കെ അവിടെ നിന്ന് ഉള്ള കിണറിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അത് പിന്നെ മീനോ ഇറച്ചി വെക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടൊന്നുമില്ല. അതുകൊണ്ട് വടക്ക് കിഴക്ക് മൂലയിൽ കുഴപ്പമില്ല. പിന്നെ വേറെ ഒരു വിഷയം പറഞ്ഞു, എന്താണ് അന്നുള്ള തൊട്ടക്കാട് എന്തോ പറഞ്ഞു, എന്താണ് എന്തായിരുന്നത് ഇതിൽ 1-ാം സ്ഥാനം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. 1-ാം സ്ഥാനം പറ വടക്ക് കിഴക്ക് മൂലയാണ് കിണറിനൊക്കെ നല്ലത്. വീട് ചൂട് കുറയ്ക്കാൻ അതിലേക്ക് ഈ ഗൾഫിലൊക്കെ അങ്ങനെ ഒരു കെമിക്കൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കെമിക്കൽ കാരണം ഇപ്പൊ മൊത്തം റിവർ സാൻഡ് അല്ല, എം സാൻഡാണ് ഇപ്പോൾ ഉള്ളത്. പാറ പൊടിച്ചുണ്ടാക്കുന്ന ഒരു മണലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ അതുകൊണ്ട് തേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് റിവർ സാൻഡിനേക്കാളും ചൂട് കൂടുതലാണ് മണൽ എം സാൻഡ് എന്നുള്ളത്. അപ്പൊ അതിന് ഇപ്പൊ നമ്മുടെ ഇവിടെയൊന്നും ആരും കെമിക്കലോ കാര്യങ്ങളോ ഇടുന്നൊന്നുമില്ല. അതിന് ചൂടിന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഇപ്പോൾ ആളുകൾ ചുമരിൽ ടൈൽസ് ഒട്ടാറുണ്ട്. ചുമര് സാധാരണ മിനുക്കി തേക്കുന്നതിന് പകരം അതില് ഒരു റഫായിട്ട് അടിച്ചു വിട്ടിട്ട് ലെവലെടുത്ത് കഴിഞ്ഞ് ടൈൽസ് ഒട്ടാറുണ്ട്. അതും ഈ പറഞ്ഞ തേപ്പിനേക്കാളൊക്കെ നമുക്ക് ലാഭം തന്നെയാണ് ടൈൽസ്. ഒരു ആഡംബരമൊന്നുമല്ല ടൈൽസ്, ചുമരിലൊട്ടുന്ന ആഡംബരമൊന്നുമല്ല. തേപ്പ്, എംസാൻഡ്, അതുപോലെ തന്നെ സിമെന്റ്, അതേപോലെ തന്നെ മണിക്കൂലി, ഇതെല്ലാം കൂടി നോക്കുകയാണെങ്കിൽ പിന്നെ പെയിന്റ്, അതില് പിന്നെ എമൽഷൻ അടിക്കേണ്ടത്, അതുപോലെ തന്നെ വർഷം അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോൾ മെയിൻ്റെനൻസ് ചെയ്യണം. ഇതൊക്കെ നോക്കുന്ന സമയത്ത് ടൈൽസ് വില കുറഞ്ഞ വാൾ ടൈലുണ്ട്. അതാവുമ്പോൾ കുറെ ചൂടിനെ തടയും, തണുപ്പ് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. മോള് വശത്തൊക്കെ ആദ്യകാലത്തൊക്കെ ചൂട് കുറയാൻ വേണ്ടിയിട്ടാണ് വാർപ്പിന്റെ അടിയിൽ ഈ ഒരു ഒരു പൂവുള്ള ഓട് വെച്ചിരുന്നു. അതേപോലെ സിസ്റ്റം ഇതാണ്. ഇപ്പൊ നമ്മൾ ചുമലത്തൊക്കെ വെക്കുകയാണെങ്കിൽ ചൂട് കുറയാൻ പറ്റും. പിന്നെ പൊതുവെ നമ്മൾ ഇഷ്ടിക കൊണ്ടാണ്, മണ്ണ് ചുട്ടിട്ടുള്ള ഇഷ്ടിക ഉണ്ട്, വെട്ടുകല്ല് അല്ലെങ്കിൽ മണ്ണിന്റെ ഇഷ്ടിക. ആ ഇഷ്ടിക കൊണ്ടാണെങ്കിൽ സ്വാഭാവികമായിട്ട് ചുമരുകൾക്കൊക്കെ നല്ല തണുപ്പന്നെ കിട്ടും, പിന്നെ ചൂടാവൂല. മറിച്ച് ഇപ്പൊ ഈ സോളിഡ് ബ്ലോക്ക് ഉണ്ട്, അതായത് സിമെന്റ് ഇഷ്ടിക. ഈ സിമെന്റ് ഇഷ്ടിക കൊണ്ട് ഇത് വെക്കുന്ന സമയത്ത് ചൂടായി കഴിഞ്ഞാൽ നല്ല ചൂടുണ്ട് എന്നാണ് പിന്നെ ഈ എൻജിനീയേഴ്സിന്റെ നിഗമനം. അത് കുറയ്ക്കാൻ ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഉസ്താദ് ഡി സി ആയെന്നാ തോന്നുന്നു. ഉസ്താദ് പോയോ? ഉസ്താദ് കേൾക്കുന്നില്ലേ? ഉസ്താദ് ഡി സി ആയിട്ടുണ്ട്. ഡി സി ആണോ? ഉസ്താദ് കേൾക്കുന്നുണ്ടോ?
നാട്ടിൽ മഴക്കാലൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു, ഒരുപാട് ഭാഗങ്ങളിലൊക്കെ മഴ കിട്ടി ഇന്നലെ. എന്തില്ല, ഏതായാലും ഒരുപാട് ആളുകളുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കിട്ടി. ഇൻഷാ അല്ലാഹ് ഒരു ചെറിയൊരു വീട്, ചുരുങ്ങിയ ചിലവിൽ ഒരു വീട് വെക്കുന്നതിനെ കുറിച്ച് പൂർണ്ണമായ ഒരു ക്ലാസ് ഉസ്താദ് എടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ബിസ്മില്ലാ ഉസ്താദൊക്കെ എത്തിയിട്ടുണ്ട്, ക്ലാസ് റൂമിൽ എത്തിയിട്ടുണ്ട്. ഇനി ഖുർആൻ ക്ലാസ് തുടങ്ങാനായിട്ടുണ്ടെങ്കിൽ ഉസ്താദ് റിസൈൻ ചെയ്യണം. അബ്ദുൽ ഖാദർ ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഉസ്താദ് DC ആയതാണ്. ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ റിസൈൻ ചെയ്യണം. ഉസ്താദ് കേൾക്കുന്നില്ലെന്നാ തോന്നുന്നല്ലേ? എന്തായാലും ഇനി മറ്റാരെങ്കിലൊക്കെ ചോദ്യക്കാരുണ്ടെങ്കിലൊക്കെ റിസൈൻ ചെയ്ത് വരും. ഉസ്താദ് ഇപ്പം നെറ്റ് പ്രോബ്ലം വന്നതാണ്. ഇൻഷാ അല്ലാഹ് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ബിസ്മില്ലാ ഉസ്താദിന്റെ ഇനി ഖുർആൻ തജ്വീദ് ക്ലാസ് ഇൻഷാ അല്ലാഹ് അല്പസമയത്തിനകം തുടങ്ങും. അതിലും എല്ലാവരും പങ്കെടുക്കുക. മൈക്കിൽ വരാൻ പറ്റുന്ന ആളുകളൊക്കെ മൈക്കിൽ വരിക. രാവിലത്തെ ക്ലാസ് ഇന്ന് നടന്നിട്ടില്ല. അന്ന് ഉസ്താദിന്റെ ചില അത്യാവശ്യ കാര്യങ്ങൾ കാരണം ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അതിന് അടുത്ത ഞായറാഴ്ച മുതലുണ്ടാകും. നാളെയും മറ്റന്നാളും ലീവാണ്. അന്ന് ലൈവ് ഇൻഷാ അല്ലാഹ് ഇന്ന് വൈകുന്നേരം ലൈവും വരാനിരിക്കുന്നുണ്ട്. ഏതായാലും ഇനി മറ്റാരെങ്കിലൊക്കെ മൈക്കിൽ വരാൻ പറ്റുന്ന. ഖാദർ അൻവർ ഉസ്താദ് DC ആയി പോയതാണ്, പിന്നെ ക്ലാസ്സിൽ എത്തിയിട്ടില്ല എന്നാ തോന്നുന്നു. ലൈവിന്റെ ഒക്കെ ടെക്സ്റ്റൊക്കെ നേരത്തെ അവിടെ ഇഷ്ടം പോലെ അടിച്ചിരുന്നു. എന്താണ് അന്ന് നമുക്ക് തലശ്ശേരിയിൽ നിന്നാണ്, എന്താണ് കിയത്തൂരോ, തലശ്ശേരി സ്കൂൾ ഗ്രൗണ്ടിൽ, കിയത്തൂർ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന സമ്മേളനമാണ്. ഇന്ന് സലീം ഫൈസി ഇർഫാൻ ഉസ്താദിന്റെ ക്ലാസ്സാണ് ഇന്ന് വരാനിരിക്കുന്നത്. മാല മൗലീദുകൾ ശിർക്കോ എന്ന വിഷയത്തിൽ നാളെ MT അബൂബക്കർ ദാരിമി ഉസ്താദ് മുജാഹിദ് മതം ഒരു വിശകലനം എന്ന വിഷയത്തിലും ഇന്നും നാളെയും ലൈവുണ്ട് ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ വിഷയം മാല മൗലീദുകൾ ശിർക്കോ എന്ന വിഷയത്തിൽ സലീം ഫൈസി ഇർഫാനിയാണ്. ഏതായാലും ഖാദർ അൻവർ ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഉസ്താദ് നിങ്ങൾ DC ആയി പോയിട്ടുണ്ട്. നിങ്ങൾ സിമെന്റിന്റെ ലോക്കിന്റെ കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത്, സിമെന്റ് ബ്ലോക്കിന്റെ കാര്യങ്ങൾ. അപ്പോഴാണ് DC ആയി പോയത്. ഉസ്താദ് കേൾക്കുന്നില്ലേ? പിന്നെ DC ആയിട്ടുണ്ട്. നെറ്റ് പ്രോബ്ലമാണ്. നാട്ടിൽ നിന്നൊക്കെ ആകുമ്പോഴുള്ള പ്രശ്നങ്ങൾ തന്നെ. അൽഹംദുലില്ലാഹ് പ്രവാസ ലോകത്ത് തന്നെയാണ് നെറ്റിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് മുന്നിലെത്തിയിട്ടുണ്ട്. നമുക്കൊക്കെ അൽഹംദുലില്ലാഹ് നല്ല സ്പീഡ് നെറ്റ് തന്നെ ഉണ്ട്. അൽഹംദുലില്ലാഹ് ഇവിടുത്തെ നെറ്റൊക്കെ ഉപയോഗിച്ച് നാട്ടിൽ ചെല്ലുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവിടെയൊക്കെ ഹൈ സ്പീഡ് നമ്മളൊരു ഡൗൺലോഡൊക്കെ ചെയ്യുമ്പോൾ 1 മിനിറ്റ് 1.5 മിനിറ്റ് കൊണ്ടൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന നാട്ടിൽ ചിലപ്പോൾ മണിക്കൂറുകളോളം കാത്തിരുന്നാലും തീരൂല. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ്. അത്രയും നാട്ടിൽ നെറ്റിന്റെ കാര്യത്തിൽ ഇപ്പോൾ കുറെയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ റിലയൻസ് അതുപോലെ MTS ഒക്കെ നല്ല റേഞ്ചാണ്. MTS ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല സ്പീഡോട് കൂടി കിട്ടുന്നുണ്ട്. സ്പീഡും ഉണ്ട്, ചെറിയ ചെലവുള്ളൂ. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനി മറ്റാരെങ്കിലൊക്കെ മൈക്കിൽ വരും. ഖാദർ അൻവർ ഉസ്താദ് പോയിട്ടുണ്ട്, DC ആയി പോയി എന്ന് തോന്നുന്നു. ഖാദർ അൻവർ ഉസ്താദ് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ സിമെന്റ് ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾ DC ആയി പോയി. ഏതായാലും ഇൻഷാ അല്ലാഹ് ബാക്കി പറയും എന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ ഒരു ഇന്റർലോക്ക് എന്ന ഒരു സംവിധാനമുണ്ട്. അതിന്റെ കട്ടകൾ കാണുന്നുണ്ട്. അപ്പൊ അതേക്കുറിച്ചൊന്ന്, അത് എത്രമാത്രം വീടുകൾക്കൊക്കെ പറ്റുമെന്ന് കൂടി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഇന്റർലോക്ക് എന്ന മണ്ണുകൊണ്ട് നമ്മുടെ സ്റ്റിക പോലെ അല്ല, കുറച്ച് അത് ഒരു കല്ലിന്റെ വലിപ്പം ഉണ്ടാവും ഏകദേശം. പിന്നെ അതിൻ്റെ ഒരു ചാല് വെച്ചിട്ട് അതിങ്ങനെ ഒട്ടിക്കിടുന്ന ഒരു സംവിധാനം. അപ്പൊ അതേക്കുറിച്ചൊന്നുകൂടി വിശദീകരിച്ചാൽ നന്നായിരുന്നു. മൈക്കിൾ വിഷയം. ഇതിൽ നിങ്ങളിപ്പോ ഈ പറഞ്ഞ ഇന്റർലോക്ക് അതൊക്കെ തുടങ്ങിയ കാലത്തൊക്കെ നല്ല പ്രചാരണമായിരുന്നു. അതിന്റെ നല്ല ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിമെന്റ് വേണ്ട, തേപ്പിന് വേണ്ട എന്നുള്ളതാണ് ഇപ്പൊ അതിന്റെ ഒരു കാര്യം. ഇന്റർലോക്ക് കട്ടകളൊക്കെ അതില് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പല
നിലക്ക് നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ വരുന്നുണ്ട്. ഒന്നാമത്തത് ശരിക്കും ഒരു തേപ്പ് കൊണ്ടാന്ന് പറയുകയാണെങ്കിലും മഴ കൊണ്ട് കഴിഞ്ഞാൽ അതിലേക്ക് വല്ലാത്തൊരു പ്രശ്നം ഈ ഇന്റർലോക്ക് കട്ടകൾക്ക് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിന് പിന്നെ കറക്റ്റായിട്ട് അടിയിൽ വാട്ടർ ലെവൽ ചെയ്ത് സിമെന്റ് ഒക്കെ കറക്റ്റായിട്ട് ഇട്ട് ഫസ്റ്റ് ലെയർ കറക്റ്റ് വാട്ടർ ലെവൽ വെക്കണം. അതിന്റെ അർത്ഥം കറക്റ്റ് വാട്ടർ ലെവൽ അല്ല എങ്കിൽ ഇന്റർലോക്ക് അത് ആ സംവിധാനം ശരിയാകൂല എന്നാണ് അർത്ഥം. അപ്പൊ കറക്റ്റ് മനസ്സിലാവണ്ടല്ലോ അല്ലേ? അത് തൊട്ടക്കാട് കേൾക്കുന്നില്ലേ? ഉണ്ട്. അപ്പൊ ഇത് കറക്റ്റ് വാട്ടർ ലെവല് ഒരു നൂലിക്ക് പഴച്ചാൽ അതിന്റെ ലോക്ക് കറക്റ്റ് ആകൂല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അതാണ് കറക്റ്റ് അടി ലൈനിൽ ആ അടി വശം ആ ലൈൻ കറക്റ്റായി വാട്ടർ ലെവല് വെച്ച് കറക്റ്റ് ചെയ്തിട്ട് ഈ ഇന്റർലോക്ക് കട്ടകൾ വെക്കുകയുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് തറപണിയിൽ വല്ല പിഴവുകൾ ഉണ്ടെങ്കിൽ ചെറിയ തറയ്ക്ക് ചെറിയ ഒരു തറ ഇരിക്കുക, തറ ഒരു സൈഡൊക്കെ ഇരുന്നു എന്നൊക്കെ നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനത്തെ ഒരു സംഗതി ഈ ഇന്റർലോക്ക് കൊണ്ട് പണിത വീടുകളിൽ വന്നാൽ ആ ഇന്റർലോക്ക് പണിത ആ ഭാഗം മൊത്തം ലോക്ക് വിടും. അത് യാതൊരു സംശയമില്ല, ലോക്ക് വിടുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് മഴ കൊള്ളുമ്പോഴൊക്കെ ആ പിന്നെ ഇന്റർലോക്കിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് പ്രോബ്ലം വരുന്നുണ്ട്. ആദ്യകാലത്ത് ഫസ്റ്റ് ഇറങ്ങിയ സമയത്തൊക്കെ നല്ല ഉഷാറുള്ള സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീടൊക്കെ കെമിക്കൽ കൂട്ടുന്നതും അതിന്റെ മിക്സിങ്ങും കാര്യങ്ങളൊന്നും കറക്റ്റ് ആവാത്തത് കൊണ്ട് പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ വന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ ആ സാധനം എടുത്തു പോയി തേക്കാതെ ഉള്ള പിന്നെ വെച്ചതൊക്കെ ആളുകൾ പോയിന്റ് ചെയ്തിട്ട് തേക്കാൻ തുടങ്ങി. കാരണം പ്രോബ്ലങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ കഴിവിന്റെ പരമാവധി ഇന്റർലോക്ക് കട്ട ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ സിമെന്റ് കട്ടിയൊന്നും പ്രശ്നമല്ല. അതൊക്കെ അതിന്റെ അനുപാതം കറക്റ്റായിട്ട് സാധാരണഗതിയിൽ 1:4 എന്ന തോതിലിട്ട് കെട്ടിയാൽ സിമെന്റ് കട്ടിയൊന്നും വിളിച്ചോ കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ കുറച്ച് ലാഭവും കൂടിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹു ഖൈർ. ഏതായാലും അൽഹംദുലില്ലാഹ് വളരെ വിശദമായിട്ട് തന്നെ ഉസ്താദ് വിശദീകരിച്ചു. ഇനി മറ്റാരെങ്കിലും ചോദ്യകർത്താക്കളുണ്ടോ? ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ മൈക്കിൽ വരിക, ചോദ്യം ചോദിക്കുക. ഇനി ആർക്കില്ലേ ചോദ്യം? എന്തായാലും ഏകദേശം ഒരു 10 മിനിറ്റ് കൂടി ഇൻഷാ അല്ലാഹ് നമ്മുടെ ബിസ്മില്ലാഹി ഉസ്താദിന്റെ ക്ലാസ് തുടങ്ങാനായിട്ടുണ്ട്. 10 മിനിറ്റ് കൂടി ഉണ്ടാവുള്ളൂ. അപ്പം അത് ആ സമയം വരെ ആർക്കെങ്കിലും വീട് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ റൈസാൻ ചെയ്യുക, ചോദിക്കുക. ഉസ്താദ് മറുപടി പറയും. ഇനി മറ്റാർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? കന്നിമൂല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഏകദേശമൊക്കെ ഉസ്താദ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വളരെ വിശദമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ആർക്കും ചോദ്യങ്ങളില്ലേ? ഏതായാലും ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ മൈക്കിൽ വരും. ലിസാന് ഏതായാലും നിസാൻ മൈക്കെടുക്കാനല്ലേ? ചോദ്യം ചോദിക്കാനാണെന്ന് വിചാരിക്കുന്നു. മൈക്കിൽ ലിസാൻ. അസ്സലാമു അലൈക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഞാൻ ഉസ്താദെ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി ഒരു പള്ളിയിലെ ഖത്തീബാണ്. അവിടെ ഇവിടെ മുസ്ലിം ഏരിയ പ്രശ്നം കന്നിമൂല. ഇവിടെ എല്ലാവർക്കും ഉണ്ട് ആ ഒരു വിശ്വാസം. കന്നിമൂല അതിന്റെ അടുത്ത് ബാത്റൂം പാടില്ല, സെപ്റ്റിക് ടാങ്ക് പാടില്ല എന്നുള്ള ഒരു വിശ്വാസം. ഇടക്കിടക്ക് എനിക്ക് ഒന്നിക്കൊന്ന് കൈമുടക്ക് കിട്ടുന്ന ഒരു ഏർപ്പാടാ കന്നിമൂല നോക്കാൻ പോക്ക്. അപ്പൊ അങ്ങനെ വിഷയമുണ്ട്. അതിന്റെ ഹക്കീക്കത്ത് എന്താന്നുള്ളതൊന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ലിസാൻ ഉസ്താദ് ഒരു പിന്നെ കന്നിമൂലിന്റെ കാര്യം പറഞ്ഞാൽ കൈമുടക്ക് ഉസ്താദെ കിട്ടുന്നുണ്ടല്ലോ അല്ലെ? കന്നിമൂലിയെ സംബന്ധിച്ച് ഇസ്ലാമിക കാഴ്ചപ്പാടൊന്നുമില്ല. ഇസ്ലാമില് ഒരു കിതാബ് നമുക്ക് കന്നിമൂലിയിൽ ബാത്റൂം വെക്കാൻ പാടില്ല എന്നൊരു ഇതൊന്നുമില്ല. കന്നിമൂലിയിൽ ബാത്റൂം വെക്കാൻ പാടില്ല എന്നൊരു വിശ്വാസം നമുക്ക് വെച്ച് പുലർത്താനും പാടില്ല. അതെന്താ വെച്ചാൽ ദീനിനെതിരാണ്. കാര്യം പറഞ്ഞാല് കന്നിമൂലിയിൽ ബാത്റൂം വെക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട കാര്യമല്ല, നമുക്ക് വിശ്വസിക്കാനും പാടില്ല. പക്ഷേ കന്നിമൂലിയില് ഈ ബാത്റൂമുകൾ വരുമ്പോ പല പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ മാറ്റാം. ഇന്നിപ്പോഴേ പനി വരുന്ന സമയത്ത് പാരസെറ്റമോൾ കഴിക്കാൻ ഇസ്ലാം പറയുന്നില്ല.
തലവേദന വരുമ്പോ ഈ ടൈഗർ ഫോമോ അതുപോലെ തന്നെ ഈ പിന്നെ പല തൈലങ്ങൾ തൈലുണ്ടല്ലോ, ഇന്നിപ്പോ പല ഇറങ്ങുന്നുണ്ട്, വിക്സ് അതുപോലത്തെ ടൈഗർ ഫോം, ഇതൊന്നും തേക്കാൻ വേണ്ടി ഇസ്ലാം പറയുന്നില്ല. പക്ഷെ തലവേദന വന്നാൽ വിക്സ് ഇതൊന്നും തേക്കാൻ വേണ്ടി ഇസ്ലാം പറയുന്നില്ല. പക്ഷേ ഈ തലവേദനയ്ക്കൊക്കെ ഇസ്ലാം പറഞ്ഞൊരു കാഴ്ചപ്പാടുണ്ട്. കൊമ്പ് വെക്കുക പോലത്തൊക്കെ തലവേദന കൊണ്ട് പാറും. ഹിജാമ അത് സുന്നത്തായ കാര്യമാണ്. കൊമ്പ് വെക്കലൊക്കെ അത് നമ്മുടെ അക്കീവുമായി ബന്ധപ്പെട്ട കാര്യം കൂടിയാണ്. പക്ഷേ പനി വന്നാൽ പാരസെറ്റമോൾ കഴിക്കുന്നതും തലവേദന വന്നാൽ വിക്സും അതുപോലെ തന്നെ മറ്റു ടൈഗർ ഫോമൊക്കെ തേക്കുന്നതൊക്കെ ബാമുകളൊക്കെ തേക്കുന്നതൊക്കെ നമ്മുടെ അക്കീവിക്കെതിരല്ല. അത് തേക്കരുത് എന്നൊരു നെഹി ഇസ്ലാം കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ വ്യക്തമായ നെഹി കൊണ്ടുവരാത്ത കാലത്തോളം നമുക്ക് ഇത് പിടിക്കൽ മുബാഹാണ്, അനുവദനീയമാണ്. അതാണ് ഇസ്ലാമിക കാഴ്ചപ്പാട്. ആ അർത്ഥത്തിൽ കഞ്ഞിമൂലിയിൽ നമുക്ക് ബാത്റൂം വേണ്ടാന്ന് പറയാല്ലാണ്ട്, വേണ്ട പറയുന്ന പല വീടുകളിലും അവിടെ വരുമ്പോൾ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതങ്ങനെ ഒഴിവാക്കുന്നല്ലാണ്ട് അതൊരു വിശ്വാസമല്ല. പിന്നെ അത് ഹിന്ദുക്കളുടെ വിശ്വാസമാണ് കഞ്ഞിമൂലി ബാത്റൂം വരാൻ പാടില്ലാണ്. ആ വിശ്വാസപ്രകാരം നമ്മൾ കഞ്ഞിമൂലിയിൽ ബാത്റൂം കൊണ്ടുവരാതിരിക്കാനും പാടില്ല. ഇങ്ങനെ ഈ ഭാഗത്ത് ബാത്റൂം വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ട് മാറ്റുന്നല്ലാതെ ഹിന്ദുക്കളുടെ വിശ്വാസം നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ട് നാം മാറ്റണമെന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. ഇങ്ങനെ പലരും പ്രശ്നം കാണുന്നുണ്ട്, അതുകൊണ്ട് അവിടെ വേണ്ട, നന്നല്ലാന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരെ മാറ്റിക്കാം. അല്ലാണ്ട് ഇസ്ലാമി വ്യക്തമായ അതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് കഞ്ഞിമൂലിൽ പാടില്ല ബാത്റൂം എന്ന കാഴ്ചപ്പാട് ഇസ്ലാമിൽ ഇല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.